അമേരിക്ക ഇപ്പോൾ ഇറാനിൽ റോഡുകൾ, അതുപോലെ പാലങ്ങൾ തുടങ്ങി, അതുപോലെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ, ഇങ്ങനെ തുടങ്ങിയ പവർ പ്ലാന്റുകൾ, ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. എന്നാൽ ഇതിന് പകരമായി ഇറാൻ പ്രവിശ്യയിലുള്ള പല ലക്ഷ്യങ്ങളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ IRGC ഒരു വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, ഈ രൂപത്തിൽ അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ ഇറ്റ് വിൽ ടാർഗറ്റ് മോർ ഇൻഡസ്ട്രിയൽ, അമേരിക്കയുടെ വലിയ വ്യവസായ സംവിധാനങ്ങൾ ആക്രമിക്കും. മാത്രമല്ല ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് പ്രവിശ്യയിലുള്ള അമേരിക്കയുടെ IT സംവിധാനങ്ങൾ ആക്രമിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസറ്റ്സുകൾ, ഇതിനെല്ലാം ആക്രമണം ഉണ്ടാകും. ഇതെല്ലാം അമേരിക്കയുടെ കമ്പനികൾ, അമേരിക്കയുടെ സമ്പന്നരായ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അസറ്റുകൾക്കും നേരെ വ്യാപക ആക്രമണം നടത്തുന്ന രീതിയായിരിക്കും ഇനി IRGC സ്വീകരിക്കുക. കാരണം അമേരിക്ക ഇപ്പോൾ ഇറാനിൽ സാധാരണ റോഡുകളും മറ്റുമൊക്കെയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നത്, ഇഫ് ദി US കണ്ടിന്യൂസ് അറ്റാക്കിംഗ് ഇറാൻസ് ബ്രിഡ്ജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഈ റോഡുകളും പാലങ്ങളും ഒക്കെ ആക്രമിക്കുന്ന രീതി തുടർന്നാൽ തീർച്ചയായും അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയിലെ വലിയ സമ്പന്നരായ ആളുകളുടെ മിഡിൽ ഈസ്റ്റിലെ സകല ഇൻവെസ്റ്റ്മെന്റുകളെയും ഞങ്ങൾ തകർക്കും. അതിനു നേരെയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തും. അതേസമയത്ത് അമേരിക്ക ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് വരെയും ഇറാൻ അമേരിക്കയുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. അതേസമയം അമേരിക്ക ഈ സാധാരണ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്ത, അമേരിക്ക ഒരു പ്രധാനപ്പെട്ട ബന്ദർ അബ്ബാസിനടുത്തുള്ള ഹുർമുസ് ഖാൻ എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഒരു ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം 10ഓളം ഗ്രാമങ്ങളാണ് വെള്ളമില്ലാതായിരിക്കുന്നത്. 10,000-ഓളം ജനങ്ങൾ ഈ ഒരു ആക്രമണം കാരണം ജലം കിട്ടാതെ, ശുദ്ധജലം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. ഈ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.